ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ശിവകാർത്തികേയൻ്റെ ഏറ്റവും പുതിയ ചിത്രം, അതിൻ്റെ ടൈറ്റിൽ ക്ലിംസ് എന്ന് പുറത്തുവിട്ടു. അതോടുകൂടി ടൈറ്റിൽ വ്യക്തമായി. മദ്രാസി എന്നാണ് പടത്തിൻ്റെ ടൈറ്റിൽ. ഇതൊരു പഴയ തമിഴ് ചിത്രത്തിൻ്റെ ടൈറ്റിലാണ്. അതായത് മദ്രാസി എന്നൊരു പടം 2006 അർജുൻ്റെ ഒരു പടമായിരുന്നു. അർജുൻ തന്നെ സംവിധാനം ചെയ്ത ഒരു പടമായിരുന്നു. ആക്ഷൻ കിങ് അർജുൻ, അദ്ദേഹത്തിൻ്റെ ഒരു പടമായിരുന്നു. ആ ടൈറ്റിൽ തന്നെയാണ് വീണ്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റോറി വൈസ് ഒക്കെ വേറെയാണ്, ടൈറ്റിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ടൈറ്റിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മദ്രാസി എന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ AR മുരുകദാസിൻ്റെ സംവിധാനമാണ്. അപ്പോൾ അറിയാമല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് AR മുരുകദാസ് എന്നത് തമിഴിലെ ഒരു മുൻനിര സംവിധായകരിൽ ഒരാളായിരുന്നു. ഇടയ്ക്ക് കുറച്ച് കാലമായിട്ട് അദ്ദേഹം സിനിമകളൊന്നും എടുക്കാൻ നിൽക്കുകയായിരുന്നു. അവസാനമായി അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ എന്ന് പറയുന്നത് വിജയ നായകനാക്കി എടുത്ത സർക്കാരായിരുന്നു. 2018 പുറത്തിറങ്ങിയ സർക്കാർ. അതിൻ്റെ ചില വിവാദങ്ങളും കാരണങ്ങളൊക്കെ ആയിട്ട് പിന്നെ അദ്ദേഹം സിനിമയൊന്നും ചെയ്തില്ല എന്ന് പറയാം. കാരണം അദ്ദേഹം തമിഴിൽ സിനിമയൊന്നും ചെയ്തില്ല. അദ്ദേഹം പിന്നീട് അതിൻ്റെ കഥ മോഷ്ടിച്ചു എന്നുള്ള ചില സംഭവങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിനെതിരെ അതൊക്കെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതേ തുടർന്ന് പിന്നീട് ബീസ്റ്റ് എന്ന പടം, അല്ലെങ്കിൽ അതിനു മുമ്പ് AR മുരുകദാസ് ആയിരുന്നു വിജയെ വെച്ച് സൺ പിക്ചേഴ്സിൻ്റെ കൂടെ സിനിമ എടുക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ആ സമയത്ത് അവസാനം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വിജയ് അതിൽ നിന്ന് പിന്മാറുകയും പിന്നീട് ആ പ്രോജക്റ്റ് അതാണിപ്പോൾ ശിവകാർത്തികേയനെ വെച്ച് ചെയ്യുന്നുവെന്നാണ് തമിഴിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതാണ് മദ്രാസി. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ടൈറ്റിൽ ഗ്ലിംസിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു പക്ക എന്താ പറയുന്നത്, ഒരു തുപ്പാക്കി സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു മോഡൽ ചിത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് ടൈറ്റിൽ ഗ്ലിംസ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ശിവകാർത്തികേയൻ്റെ ഒരു വെറൈറ്റി മോഡൽ സംഭവം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഹീറോ ഇമേജ്, ആ ഒരു ഇതിലേക്കുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഓൾറെഡി അമരനിലൂടെ അദ്ദേഹം നല്ല രീതിയിൽ ആക്ഷൻ ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ ഹീറോ ഇമേജിലേക്കുള്ളൊരു സ്റ്റെപ്പായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നുന്നതെന്ന് പറയാം. അങ്ങനെയാണ് എനിക്ക് ടൈറ്റിൽ ഗ്ലിംസ് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ശിവകാർത്തികേയൻ്റെ പിറന്നാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനമാണ് ഈ ഒരു ടൈറ്റിൽ ഗ്ലിംസ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ഇപ്പോൾ ബാക്ക് ടു ബാക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടു. പരാശക്തി പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിതാ ഇത് എന്താ പറയുക, ഈ ഒരു ചിത്രം മദ്രാസി അതും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ബാക്ക് ടു ബാക്ക് നല്ല വെറൈറ്റി സ്റ്റോറികളുമൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് കുതിക്കുകയാണെന്ന് പറയാം. തമിഴിലെ ഇപ്പോൾ ഒരു മുൻനിര നായക നിരയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അമരനിലൂടെ നല്ലൊരു ലൈഫ് ടൈം കളക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന മ്യൂസിക് കളക്ഷനായിരുന്നു. അവൻ 300 കോടിയോളമാണ് ആ ചിത്രം കളക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ തമിഴിലെ ഒരു മുൻനിര നായക നിരയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഇപ്പോൾ ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ സിനിമ അപ്ഡേറ്റും ഓരോ സിനിമകളും ഇങ്ങനെ നോക്കി കാണുന്നത്. വിജയുടെ പിൻഗാമി എന്നറിയപ്പെടുന്ന ശിവകാർത്തികേയന് ഏതായാലും ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ, കരിയറിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ളൊരു സിനിമയായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തുപ്പാക്കി, വിജയ്ക്കൊരു തുപ്പാക്കി എങ്കിൽ ഇദ്ദേഹത്തിനൊരു മദ്രാസ്, ആ ഒരു മോഡൽ ആകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ആകുമെന്നാണ് തോന്നുന്നത് കണ്ടപ്പോൾ. AR മുരുകദാസിനെ കുറിച്ച് പറയുമ്പോൾ ഒട്ടേറെ സൂപ്പർ ഹിറ്റുകൾ തമിഴ് സിനിമയിൽ സമ്മാനിച്ച ആളാണ്. വിജയ്ക്കാട്ടെ, സൂര്യയ്ക്കാട്ടെ, അജിത്തിനായിക്കോട്ടെ, എല്ലാവർക്കും ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് AR മുരുകദാസ് എന്നത്. അപ്പോൾ അദ്ദേഹം ശിവകാർത്തികേയൻ്റെ കൂടെ കൈകോർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും എക്സ്പെക്റ്റേഷൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബിജു മേനോൻ ഇതിൽ അഭിനയിക്കുന്നുണ്ടെന്നാണ് മറ്റൊരു റിപ്പോർട്ട്, നമ്മുടെ ബിജു മേനോന്. പിന്നെ തുപ്പാക്കിയിലെ വില്ലൻ ഇതിൽ അദ്ദേഹമാണെന്ന് തോന്നുന്നു ഇതിൽ നെഗറ്റീവ് റോള് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു, അറിയില്ല. തുപ്പാക്കിയിലെ വില്ലൻ, അതുള്ള പഞ്ചാനിലൊക്കെ അഭിനയിച്ച അദ്ദേഹം വില്ലാറ്റൂവിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം ഇതിനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും ശിവകാർത്തികേയൻ്റെ കരിയറിലെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ളൊരു, അല്ലെങ്കിൽ ഒരു മാസ് ഹീറോ എന്നൊരു ഇമേജിലേക്ക് പോകാനായിട്ടുള്ളൊരു സിനിമയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ AR മുരുകദാസിൻ്റെ ടൈറ്റ് സ്ക്രീൻ പ്ലേയും കൂടെ ആകുമ്പോഴേക്കും മറ്റു വിവാദങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ചിത്രം, അതായത് AR മുരുകദാസിന് സ്ഥിരം വരാറുള്ള വിവാദങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ചിത്രം നല്ലൊരു ചിത്രമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.